ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതിൽ സർക്കാരിനെതിരെ വിമർശനം ശക്തമാണ്. സർക്കാർ വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. റിപ്പോർട്ടിന്മേൽ നിയമ നടപടിക്ക് തടസ്സങ്ങളുണ്ടെന്ന ന്യായീകരണവുമായി മുൻ സിനിമാ മന്ത്രി എ കെ ബാലനും രംഗത്തെത്തി. എന്നാൽ റിപ്പോർട്ടിനെക്കുറിച്ച് പ്രതികരിക്കാതെ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ഒഴിഞ്ഞുമാറി. ഗുരുതര ലൈംഗിക ക്രൂരതകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് സർക്കാർ 5 വർഷം റിപ്പോർട്ടിന്മേൽ അടയിരുന്നു എന്നതാണ് ഉയരുന്ന വിമർശനം. ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര സർക്കാർ മറച്ചുവെക്കുന്നുവെന്നും സർക്കാർ പൊതുസമൂഹത്തിന് മുന്നിൽ കുറ്റവിചാരണ ചെയ്യപ്പെടുമെന്നും വി ഡി സതീശൻ. ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമാ കോൺക്ലേവാണ് നടത്തുന്നത്. ആരെയാണ് സാംസ്കാരിക മന്ത്രി വിഡ്ഢിയാകുന്നത്? ഇരകളോടൊപ്പമാണോ വേട്ടക്കാരോടൊപ്പമാണോ? സർക്കാർ വേട്ടക്കാരോടൊപ്പമാണ്. വ്യക്തിപരമായ മൊഴികൾ സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്നും പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ സർക്കാരിനാകില്ലെന്നും മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ. ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ റിപ്പോർട്ടിന്റെ രക്ത ചുരുക്കം മാത്രമേ ഉള്ളൂ. ഈ റിപ്പോർട്ടിലേക്ക് എത്തിച്ച മൊഴികളോ രേഖകളോ ഗവൺമെന്റിന്റെ മുമ്പിലില്ല. അതുമാത്രമല്ല, അത് പ്രസിദ്ധീകരിക്കില്ല, സ്വകാര്യതയെ ബാധിക്കുന്നതാണ് എന്നുള്ളത് അവർ ഉറപ്പ് കൊടുത്തിട്ടുമുണ്ട്. ഞങ്ങൾ തരുന്ന മൊഴി ഒരു രൂപത്തിലും പുറത്ത് പറയാൻ പാടില്ല എന്ന് മൊഴി കൊടുത്ത ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പരിമിതി. എന്നാൽ നടൻ കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി. സുരേഷ് ഗോപി കൂടി ഉൾപ്പെട്ട സമൂഹത്തിനെതിരെയാണ് ഇപ്പോഴത്തെ ആരോപണങ്ങളെന്നും സുരേഷ് ഗോപി പ്രതികരിക്കണമെന്നും നോവലിസ്റ്റായ സാറ ജോസഫ് പ്രതികരിച്ചു. അപ്പോൾ നമുക്കൊരു MP ഉണ്ടല്ലോ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു MP ഉണ്ട്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പ്രതികരിച്ചില്ല. അപ്പോൾ അദ്ദേഹവും കൂടി ഉണ്ടായിരുന്ന ഒരു മേഖലയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരട്ടത്താപ്പ് ആരോപണം ഉയർത്തി സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.